ഞാൻ അവരുടെ ശത്രുവാണെന്ന് അവർ എന്നോട് പറഞ്ഞു. എന്നെ കൊല്ലുമെന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇന്ന് മരണത്തെ എനിക്ക് യാതൊരു ഭയവുമില്ല. ഈ പറയുന്നത് നൈജീരിയയിലെ ഏഡോ സ്റ്റേറ്റിലെ ഔച്ചി കത്തോലിക്ക രൂപത വൈദികനായ ഫാദർ ഐസക് അഗാബിയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് സായുധധാരികൾ തട്ടിക്കൊണ്ടുപോയി മരണകാരണമായ സാഹചര്യത്തെ അതിജീവിച്ച് രക്ഷപ്പെട്ട വൈദികനാണ് അദ്ദേഹം. മാർച്ച് 29-ന് ACA ആഫ്രിക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ കടന്നുപോയ ഘോരമായ സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു. 2020 ജൂൺ 7-നായിരുന്നു ആ സംഭവം. ഏഡോ സംസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഫുലാനി തീവ്രവാദികൾ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു. തന്റെ കാറിനടുത്തേക്ക് ഒരു കൂട്ടം ആളുകൾ ഓടിവരുന്നത് ഞാൻ കണ്ടു. അവർ ആയുധധാരികളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് തോക്കുകൾ കണ്ടു. ഞങ്ങൾ കുഴപ്പത്തിലാണെന്ന് എനിക്കറിയാമായിരുന്നു. അവർ കാർ ബലമായി തുറന്നു. എന്നെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. എന്നെ മർദ്ദിക്കാൻ തുടങ്ങി. കൂടെയുള്ള സെമിനാരി വിദ്യാർത്ഥിയെയും അവർ എന്നെ ഉയർത്തി നിലത്തേക്കെറിഞ്ഞു. മരം ഉപയോഗിച്ച് അടിച്ചു. 1 മിനിറ്റിനുള്ളിൽ അവശനായി മാറി. താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവരോട് കേണപേക്ഷിച്ച് ചോദിച്ചു. ഞാൻ അവരുടെ ശത്രുവാണെന്ന് അവർ എന്നോട് പറഞ്ഞു. അവരുടെ ആളുകളെ ഞങ്ങൾ കൊന്നതായി അവർ ആരോപിച്ചു. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. കൂടെയുള്ള സെമിനാരി വിദ്യാർത്ഥി ജസ്റ്റിനൊപ്പം അവർ ഞങ്ങളെ കാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ പിടികൂടിയവരെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ജപമാല ഒഴികെ മറ്റെല്ലാം അവർ മോഷ്ടിച്ചു. ദിവസങ്ങൾ കടന്നുപോകുന്തോറും ക്രൂരത തുടർന്നു. അവർ ഞങ്ങളെ കെട്ടിയിട്ട് മർദ്ദിച്ചു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ നിത്യസഹായ മാതാവിന്റെ ഭക്തനാണ്. ഞാൻ നിത്യസഹായ മാതാവിനോട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളായിരുന്നു. ദൈവമേ, ഞാൻ അതിജീവിക്കണമെന്നാണ് നിന്റെ ഇഷ്ടമെങ്കിൽ അത് സംഭവിക്കട്ടെ. പക്ഷേ ഇല്ലെങ്കിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ. കർത്താവെ, എന്റെ ജീവൻ നിന്റെ കൈകളിൽ ഞാൻ സമർപ്പിക്കുന്നു. അന്നേ ദിവസം പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരുന്നുവെന്ന് അദ്ദേഹം ഓർക്കുന്നു. അർദ്ധരാത്രിയോടെ അവരിൽ ചിലർ ഉറങ്ങാൻ തുടങ്ങി. അതായിരുന്നു ഞങ്ങളുടെ അവസരം. സെമിനാരി വിദ്യാർത്ഥിയും ഞാനും കുറ്റിക്കാട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ ഞങ്ങൾ മണിക്കൂറുകളോളം ഇരുട്ടിലോടി. അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രക്ഷപ്പെടലിനെ ഒരു അത്ഭുതമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അന്നുണ്ടായ ആ അനുഭവം വളരെ വേദനാജനകമായിരുന്നുവെന്ന് ഫാദർ അഗാബി പറയുന്നു. 15 വർഷമായി വൈദികനായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ അഗാബി 5 വർഷം മുൻപുണ്ടായ കൊടിയ പീഡനങ്ങളുടെ മുറിവിൽ നിന്ന് പുറത്തുവരാൻ ശ്രമിക്കുമ്പോൾ തന്നെ അനേകർക്ക് ഇന്നും സാന്ത്വനം പകരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.